യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ മാതാവ് എനിക്ക് നൽകിയ വലിയൊരു അത്ഭുതം പറയുവാനാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ലിറ്റി. ഞാൻ കൊല്ലം കുരിപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 8 വർഷമായിട്ട് മക്കളില്ലാതെ ഞാൻ ഭാരപ്പെട്ടിരുന്നു. ആരുടെ മുന്നിലും എല്ലാവരുടെയും ചോദ്യത്തിന് മുന്നിലും പരിഹാസമായിട്ട് ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരുപാട് ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ എൻ്റെ മമ്മി എനിക്ക് വേണ്ടിയിട്ട് 29/10/2021 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് സൗദിയിലായിരുന്നു. അങ്ങനെ 5 വർഷവും ഞാൻ നാട്ടിലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് സൗദിയിലൊരു ജോലി എനിക്ക് ദൈവം തന്നു. അങ്ങനെ ഞാൻ സൗദിയിൽ പോയി. അവിടെയും എനിക്ക് ഒന്നിക്കാൻ പ്രയാസമായിരുന്നു. ഹസ്ബൻഡ് വെൽഡറായ കാരണം അവർക്ക് ഫാമിലി വിസ അനുവദിക്കുമായിരുന്നില്ല. അവിടെയും ഒന്നിച്ച് താമസിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു സൗദി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. അവിടെ ഹോസ്റ്റലിലായിരുന്നു ഞാൻ 1 വർഷത്തോളം. 2019 ഞാൻ പോയത്. അങ്ങനെ 2020 ആയപ്പോൾ ഞങ്ങൾക്കൊരു വീട് കിട്ടി. എന്നിട്ടും എനിക്ക് ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് എനിക്ക് യൂറിനറി ഇൻഫെക്ഷനും PCOD അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം കേട്ടു. അങ്ങനെ 14 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് 3 ആൺകുഞ്ഞുങ്ങളെ മാതാവ് നൽകി അനുഗ്രഹിച്ചുവെന്ന്. അങ്ങനെ അപ്പം ഞാനത് കേട്ടപ്പോൾ എനിക്കങ്ങനെ അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു മർത്തോമ സഭയാണ്, എന്നെ കെട്ടിച്ച് വിട്ടത് ഓർത്തഡോക്സിലാണെങ്കിലും ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കും എന്നല്ലാതെ എനിക്കൊരു വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി പ്രയാസങ്ങൾ, ഓരോ മാസവും എനിക്ക് പ്രഗ്നൻസി ആകാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. അങ്ങനെ എനിക്ക് PCOD ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു, PCOD ഉള്ളത് കൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രയാസമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ സ്ട്രെസ്സും എല്ലാം കുറയ്ക്കണമെന്ന് പറഞ്ഞു. ജോലി സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൺ കോൾ ഡ്യൂട്ടി കാരണം ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടപ്പം അതിലെനിക്ക് തിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാൻ ആരുമില്ല, എൻ്റെ പേരൻസെങ്കിലും എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവർക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞപ്പം പപ്പ പറഞ്ഞു, മോളെ ഇവിടെയൊക്കെ കൊല്ലത്തൊക്കെ ഒരുപാട് പള്ളിയുണ്ടല്ലോ, എന്തിനാ മോൾ അവിടം വരെ പോന്നേ, നമ്മൾ എന്തിനാ പോന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മിയും പപ്പയും കൂടെ 29-ാം തീയതി ഒക്ടോബർ 29, 2021 ഇവിടെ വന്ന് മമ്മി ഉടമ്പടി എടുത്തു. എൻ്റെ പപ്പയ്ക്ക് എന്നിട്ടും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവർ ഉടമ്പടി എനിക്ക് വേണ്ടി എടുത്തു. അതിൽ നിയമങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പം ഞാനും അതുപോലെ ഉടമ്പടി എങ്ങനെയാണോ എടുത്തത് അതേപോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ സഞ്ചാരി മാതാവല്ലേ, എല്ലാവരും പറയുന്നുണ്ടല്ലോ സഞ്ചാരി മാതാവാണെന്ന്, എനിക്കും സഞ്ചാരി മാതാവാണെന്ന് ബോധ്യപ്പെടുത്തി തരണമേ, ഒരു വലിയ അത്ഭുതം എന്നിൽ പ്രവർത്തിക്കണേ, അപ്പം ഞാൻ അമ്മയെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓൺ കോൾ ഡ്യൂട്ടി സമയത്ത്, അത് ഒരു രാത്രി വൈകിട്ട് 5 മണിക്ക് ശേഷം എനിക്ക് ഓൺ കോൾ ഡ്യൂട്ടിയാണ്. രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഓൺ കോൾ ഡ്യൂട്ടിയാണ്. അന്നേരം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ക്യാൻസർ വന്ന് കുടലിനെ ബാധിച്ച ഒരു പേഷ്യൻ്റ് ഓപ്പറേഷനാണ്. അങ്ങനെ ഓപ്പറേഷന് കൈ കഴുകി കയറി നിൽക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ആദ്യം മുതലേ കൗണ്ടുകളെല്ലാം ചെയ്യും. അങ്ങനെ കൗണ്ട് ചെയ്ത് അങ്ങനെ അവസാനം സ്കിന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതുവരെയും ഗോസും എല്ലാം കറക്റ്റായിരുന്നു. അവസാനം കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗോസ് മാത്രം കാണാനില്ല. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടു ഞാൻ. ഡോക്ടർമാർ എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. കാരണം അവിടെ സൗദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്സായി എന്തെങ്കിലും പേഷ്യൻ്റ് പറ്റിയാൽ ഞാൻ ജയിലിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മ സഞ്ചാരി മാതാവല്ലേ, ഒരു അത്ഭുതം എന്നിൽ പ്രവർത്തിക്കണം. കാരണം ഞങ്ങളെ അവർ വഴക്ക് പറയാൻ തുടങ്ങി. ഒരു 8 വട്ടം എക്സ്റേ ടെക്നീഷ്യനെ വിളിപ്പിച്ചു. അവർ വന്ന് സ്കാനിങ് എല്ലാം എടുത്ത് നോക്കി, എക്സ്റേ അടിച്ച് നോക്കിയിട്ടൊന്നും ആ ഗോസ് കാണാനില്ല. ഒരുപാട് പ്രയാസപ്പെട്ടു. ഞാൻ പറഞ്ഞു, മാതാവേ എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണേ, എന്നെ ജയിലിൽ കൊണ്ടുപോയല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ മാതാവ് എൻ്റെ മനസ്സിൽ പറയുക, നീ അതായത് നമ്മൾ സ്കിന്നെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരു സൈഡിൽ ബ്ലഡ് ട്യൂബ് വഴി ഇറങ്ങി ഇങ്ങനെ കളക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ
അടിച്ചു നോക്കാൻ പറഞ്ഞു, എക്സ്റേ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അത് പ്രകാരം എക്സ്റേ ടെക്നീഷ്യൻ അവിടെ സ്കാനിങ് എടുത്തു നോക്കിയപ്പോൾ അവിടെ ഒരു ഗോസ് അതിൽ തുന്നി ചേർത്ത് കിടക്കുന്നു ആ ട്യൂബിൽ. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് ആ ഗോസിഞ്ഞെടുത്തു. അപ്പോൾ ഡോക്ടർക്ക് പോലും അതിശയമായിരുന്നു, കാരണം അവർ കുറേ വട്ടം ചെക്ക് ചെയ്ത് നോക്കിയിട്ടും അതിലുണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് അങ്ങനെ വലിയൊരു അടയാളം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അമ്മയെ വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഉടമ്പടി എടുത്തതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റാവുന്ന ചെറിയ സഹായങ്ങളും എല്ലാം. അതുപോലെ അമ്മയും അതുപോലെ പത്രം വിതരണം ചെയ്തു. ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ വിതരണം ചെയ്തു. അങ്ങനെ രോഗികളെ ചെന്ന് കണ്ടും എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന ചെറിയ സഹായങ്ങൾ ഞാനും എൻ്റെ മമ്മിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ എന്നിട്ടും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിരുന്നില്ല. അങ്ങനെ എൻ്റെ കോൺട്രാക്റ്റ് 2022 ജൂലൈ മാസത്തെ ശരിക്കും കഴിഞ്ഞു. അങ്ങനെ ജൂലൈ 2-ാം തീയതിയിൽ ഞാൻ എക്സിറ്റ് വരാൻ വേണ്ടി നിന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനിയിപ്പോൾ നാട്ടിൽ പോയി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, കാരണം ഇതുവരെയും കുഞ്ഞുങ്ങളൊന്നും ആയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒരു കുഞ്ഞിനെ തരുന്നുണ്ടെങ്കിൽ നോർമലായിട്ടൊരു കുഞ്ഞിനെ തന്നാൽ മതി, ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്കൊരു കുഞ്ഞിനെ വേണ്ട മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഞാൻ എയർപോർട്ടിലെത്തിയപ്പോൾ എൻ്റെ മാതാപിതാക്കളെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, കാരണം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് പള്ളികളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ ജൂലൈ 2, 2022 ഞാൻ നാട്ടിൽ വന്നു. അതിന് മുന്നേ എൻ്റെ മമ്മി ഏപ്രിൽ മാസത്തിൽ ഒന്നും കൂടി ഉടമ്പടി പുതുക്കിയായിരുന്നു. ആദ്യം പുതുക്കുമ്പോൾ അവർക്ക് മടിയായിരുന്നു, കാരണം ഇവിടുത്തെ തിരക്കും കാരണം കൊണ്ട് അവർ പറയും ഇനി ഞാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ ഒന്നും കൂടെ ഏപ്രിൽ മാസത്തിൽ വീണ്ടും പോയി പുതുക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ജൂലൈ 2 വരുന്നത്. അങ്ങനെ ജൂലൈ 2 വന്നു. അങ്ങനെ ഒരു ജൂലൈ 12 ആയപ്പോൾ എനിക്ക് കഠിനമായിട്ടുള്ളൊരു വയറുവേദന അനുഭവപ്പെട്ടു. എന്നിട്ട് ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല, വിശ്വസിച്ചായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അപ്പുറത്തേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു വെച്ചു. അങ്ങനെ ഹസ്ബൻഡും ജൂലൈ 15-ാം തീയതി നാട്ടിൽ വന്നു. അങ്ങനെ അതുവരെ എനിക്ക് പീരീഡ്സ് ഒന്നും ആയില്ല, കഠിനമായ വയറുവേദന. അങ്ങനെ ഞാൻ ഈന്തപ്പഴം പീരീഡ്സ് ആണെന്നോർത്ത് PCOD കൂടിയൊക്കെ ആണെന്നോർത്ത് ഞാൻ കുറേ ഈന്തപ്പഴങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ഹസ്ബൻഡ് 15-ാം തീയതി വന്നിട്ട് 19-ാം തീയതി ഞങ്ങൾ കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടു. അവരുടെ റിപ്പോർട്ടെല്ലാം കാണിച്ചു. അപ്പം ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു PCOD എനിക്കുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പീരീഡ്സ് ചില സമയത്ത് ഇങ്ങനെ തെറ്റിയാണ് വരുന്നത്, അതുകൊണ്ട് പ്രഗ്നൻസി ആവാൻ സാധ്യതയില്ല എന്ന് ഹസ്ബൻഡ് ഞാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അമ്മയെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, എന്തായാലും നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, യൂറിൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായല്ലോ. അങ്ങനെ ഞങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ യൂറിൻ കൊടുത്തപ്പോൾ ആ ബോട്ടിലിൽ അമ്മ എനിക്ക് ഇവിടുത്തെ തൈലം തന്നിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ തൈലം. അത് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എത്ര വട്ടം ചൊല്ലിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു കൊടുത്തു അവർക്ക്. ഞാൻ പറഞ്ഞു, മാതാവേ എന്നെ സങ്കടപ്പെടുത്തല്ലേ, ഒരു മച്ചിയെന്ന് വിളിയേക്കാൻ എനിക്ക് ഇടയാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ മൂത്രം കൊടുത്തിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു സാധാരണ അരമണിക്കൂർ എടുക്കും, പക്ഷേ ഒരു 15 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് OPDയിൽ ഡയറക്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടുത്തെ സിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, OPDയിലെ ഡോക്ടർ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞു, ലിറ്റി നീ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പറയുന്നതെന്ന്, എനിക്ക് കേൾക്കാൻ പോലും പറ്റുന്നില്ല, കാരണം നമ്മൾ വിശ്വസിക്കുന്നില്ല. അതിലും അപ്പുറമായിട്ടുള്ള അത്ഭുതമായിരുന്നു. അങ്ങനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവാണ്, അപ്പോൾ എന്നാൽ നമുക്കൊരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കണം, കാരണം ഇത് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. എന്നാൽ ചില കേസുകളിൽ പോസിറ്റീവ് കാണിച്ചിട്ട് ചിലപ്പം ഹാർട്ട് ബീറ്റ് ഉണ്ടാവത്തില്ല. അന്നേരം ഞങ്ങൾ സ്കാനിങ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ ചെന്ന് സ്കാനിങ് എടുത്തപ്പോൾ 56 ദിവസം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു. കാരണം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ലഗേജൊക്കെ ആയിട്ട് ഒത്തിരി വെയിറ്റൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതാണ്. അന്ന് പോലും നമുക്കിങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് വിശ്വാസമുണ്ടെങ്കിലും പ്രഗ്നൻ്റ് ആയെന്നറിഞ്ഞില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു വിശ്വാസത്തോടെ, മാതാവ് ഞാൻ എന്ന് നാട്ടിൽ വരുന്നു അന്ന് എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് എനിക്കുണ്ടാവണം, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വേണം എൻ്റെ വീടിൻ്റെ പടി കയറാനെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ തന്നു. ഇപ്പം എൻ്റെ കുഞ്ഞിന് അതുപോലെ എൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ
മാതാവ് എൻ്റെ കുഞ്ഞിനെ 3-ാം മാസം ആയപ്പോഴേ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഒത്തിരി ഹൈ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പേടിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അവയവത്തിനോ അല്ലെങ്കിൽ ബുദ്ധി വളർച്ചയ്ക്കോ എന്തെങ്കിലും പ്രശ്നം വരും, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കി. മാതാവ് ഞാൻ അപ്പോഴൊക്കെ ഈ പ്രഗ്നൻസി സമയത്ത് എല്ലാം തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് ഒരു പ്രോബ്ലവും ഇല്ലാതെ എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നു. അതുപോലെ ആ 2022 തന്നെ ഒക്ടോബർ 14-ാം തീയതി എൻ്റെ വിവാഹ വാർഷികവുമായിരുന്നു. എൻ്റെ ഉദരത്തിൽ എൻ്റെ കുഞ്ഞുമായിട്ട് എനിക്ക് വിവാഹ വാർഷികം കൂടുവാനും എനിക്ക് പറ്റി. അതുപോലെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനിപ്പം 10.5 മാസമായി. എനിക്ക് ഇതുവരെ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനോട് ഞാൻ ക്ഷമ പറയുക. കാരണം എനിക്ക് പല തടസ്സങ്ങളുണ്ടായത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഇന്നും ശരിക്കും എനിക്ക് വരാൻ മനസ്സിലാഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാം കർത്താവേ ഞങ്ങൾക്ക് വരാനുള്ള പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പ ഒരു രോഗിയായിരുന്നു, കരൾ രോഗി. ഇങ്ങനെ പപ്പയ്ക്ക് വോമിറ്റിംഗ് കാരണം എനിക്ക് വരാൻ ഇന്ന് ശരിക്കും പറ്റത്തില്ലായിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് നൽകിയ അത്ഭുതം എനിക്ക് പറയണം ഈ ജനത്തോട്. മാതാവേ അതിലൂടെ അനേകം മക്കൾ അമ്മ അറിയുമല്ലോ. അങ്ങനെ തടസ്സങ്ങളെല്ലാം നീക്കി ഇന്ന് എൻ്റെ അമ്മ ഈ പരിശുദ്ധ ആൾത്താരിൽ സാക്ഷിയായി നിർത്തുവാൻ എനിക്ക് യോഗ്യത നൽകിയതിനാൽ കോടാനുകൂടി തന്നെ ഞാൻ പറയുന്നു. ഞാനിപ്പോഴും പറയാം, ഇവിടെ ഈ മക്കളില്ലാതെ ആരെങ്കിലും ഇവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും. വിശ്വസിക്കണം. നമുക്ക് തന്നാലും തന്നില്ലെങ്കിലും തന്നെന്ന് മാതാവ് തരും. ഞാൻ സാക്ഷ്യപ്പെടുത്തും തന്നെ ഉറച്ചു പറയണം. തീർച്ചയായിട്ടും ഇടയാകും. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും നന്ദി.